ഇപ്പോൾ 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ പെൻഷൻ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസം മുതൽ നിങ്ങളുടെ പെൻഷൻ ചിലപ്പോൾ മുടങ്ങും. അത് മറ്റൊന്നുമല്ല, അതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അതായത് ഒന്ന്, മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതൽ പെൻഷൻ കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി വരെ ആയിരുന്നു ആ ഒരു മസ്റ്ററിങ്ങിൻ്റെ കാലാവധി നീട്ടിവെച്ചത്. എന്നാൽ അത്രയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോലും ആ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരുപാട് പെൻഷൻ കൈപ്പറ്റുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ തന്നെ അറിയാം, സെപ്റ്റംബർ മാസത്തിൽ ചിലർക്കൊന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. അവർക്ക് ഇനി ഈ ഒരു ഒക്ടോബർ മാസത്തിൽ കൂടുതൽ പേർക്കായിരിക്കും ഇനി പെൻഷൻ കിട്ടാണ്ടാവുക. കാരണം ഈ ഒരു മസ്റ്ററിങ് കാര്യങ്ങളും പൂർത്തിയാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷനും കിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് പേരോട് അവരുടെ വരുമാന രേഖ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജും നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ഇപ്പോൾ വരുമാന രേഖ ആ ഒരു ഇത് കാണിക്കേണ്ടവർ അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ അവർക്കും ഈ ഒരു പെൻഷൻ്റെ എമൗണ്ട് കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഒത്തിരി പേർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ ഇനി ഒരുപാട് പേർക്കായിരിക്കും പെൻഷനും കിട്ടാത്തത്. അതുമാത്രമല്ല, ഈ ഒരു മസ്റ്ററിങ്ങും വരുമാന രേഖ കാണിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒത്തിരി അനർഹരായിട്ടുള്ള ആൾക്കാരെ അവർ കണ്ടെത്തുകയും അവരതിൽ നിന്നും പുറത്താക്കിയിട്ട് അർഹരായിട്ടുള്ളവർക്ക് എമൗണ്ട് കൂട്ടി കൊടുക്കാനും പോവുകയാണ്. ആ ഒരു രീതിയിലെ ന്യൂസും കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് കിട്ടുന്നതല്ല. ഒക്ടോബറിൽ നമുക്ക് 3200 രൂപയാണ് നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതായത് ആ ഒരു മാസത്തെ 1600 രൂപയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെൻഡിങ്ങിൽ ഒരു മാസത്തെ പൈസയും കൂടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് 3200 രൂപ ഒക്ടോബർ മാസത്തിൽ കിട്ടുന്നത്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസം മുതൽ നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അർഹരല്ലാത്തവരെ ഒരുപാട് പേര് ഈ ഒരു പെൻഷൻ സ്കീമിൽ നിന്ന് ഇപ്പോൾ മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷനും അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോളോ മെസ്സേജോ വഴിയോ നിങ്ങളെ അറിയിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർ മുഖാന്തരം ചിലപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഏകദേശം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പോൾ നടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അർഹരായിട്ടുള്ളവരെ പുറത്താക്കുകയാണ്. അതോടൊപ്പം അനർഹരായിട്ടുള്ളവരെ പുറത്താക്കിയിട്ട് അർഹരായിട്ടവർക്ക് എമൗണ്ട് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ നിയമസഭാ ഇലക്ഷനും മുന്നോടിയായിട്ട് ഈ 1600 രൂപ എന്നുള്ളത് 1800 രൂപയോ അല്ലെങ്കിൽ 2000 രൂപ ആക്കിയിട്ട് വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ഇപ്പോൾ സർക്കാർ നടത്തി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ മസ്റ്ററിങ് അതുപോലെ തന്നെ വരുമാന രേഖ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞവർ മാക്സിമം നിങ്ങളത് വളരെയധികം തന്നെ പെട്ടെന്ന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടാതായിട്ട് വരും. ഇനി മസ്റ്ററിങ്ങിൻ്റെ അത് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം സെപ്റ്റംബർ 10 വരെ ആ ഒരു മസ്റ്ററിങ് ഡേറ്റ്, ആദ്യം ഓഗസ്റ്റ് വരെ ആയിരുന്നു വെച്ചിട്ടുള്ളത്. പിന്നെ ഒത്തിരി പേര് ചെയ്യാത്തത് കൊണ്ട് ആണ് അവർ സെപ്റ്റംബർ 10 വരെ ആ ഒരു ഡേറ്റ് നീട്ടിയത്. എങ്കിൽ പോലും ചെയ്യാത്ത ഒത്തിരി പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയുള്ള മാസങ്ങളിൽ തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ അവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ടും എത്തുന്നതായിരിക്കും. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.